എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. നീ ഹോസ്പിറ്റലിൽ പോയിട്ട് നീലിനെ കണ്ടോ? ഇല്ലല്ലേ? കണ്ടു. പക്ഷേ പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കും നീലിന് വല്ലാത്തൊരു മാറ്റമുണ്ട്. ഇത് ഞാൻ പേടിച്ചത് തന്നെയാ. നിന്നോട് ഇറങ്ങിപ്പോവാൻ നീല് പറഞ്ഞല്ലേ? ഇല്ല. പിന്നെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? അല്ല, സ്വാതിയോട് അത് ആർക്കായാലും ഉണ്ടാവും. ജീവൻ രക്ഷിച്ചതല്ലേ. എന്താന്ന് വെച്ചാ തെളിച്ചു പറ. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും വേദേ. സ്വാതിയോട് പതിവിലും കൂടുതലൊരടുപ്പം നീലിപ്പ കാണിക്കുന്നുണ്ട്. അവളത് മുതലാക്കുന്നുണ്ട്. ഓ, അപ്പൊ കാര്യങ്ങൾ അവിടം വരെ എത്തി. പേടിക്കാനൊന്നും ഇല്ലെന്നേ. നീ പേടിക്കണ്ട. എന്തെങ്കിലും സംഭവിച്ചാ നഷ്ടം എനിക്ക് മാത്രമല്ലേ പറ്റൂ. ഇങ്ങനെ ഒരു ചേഞ്ച് നീലിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അന്നേ എനിക്ക് തോന്നിയിരുന്നു. നീ അപ്പൊ പറഞ്ഞത് നീലിന് മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ എന്തായി? എന്റെ വേദേ, ഇങ്ങനെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങിയ കുറച്ച് കഷ്ടമാണ്. എന്റെ ലൈഫിന്റെ പ്രശ്നോ ഞാൻ ചിന്തിക്കണ്ടേ? വേണ്ടെന്നല്ല, പക്ഷേ ഇത് കുറച്ച് ഓവറാണ്. മരണത്തിന്റെ വക്കീന്ന് രക്ഷപ്പെട്ടു വന്നൊരാളാ ഇപ്പൊ നീല്. അതും അവളുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാള്. അങ്ങനെ ഒരാൾക്ക് രക്ഷിച്ച ആളോട് ഒരല്പം അടുപ്പം തോന്നില്ലേ? അത് സ്വാതിയാ. അതെന്താ നീല ഓർക്കാത്തത്? സ്വാതിയോട് അടുപ്പം തോന്നുന്നു എന്ന് പറഞ്ഞ അതിനർത്ഥം എന്നോടുള്ള ഇഷ്ടം കുറയുന്നെന്ന്. എന്നൊന്നും പറയാനൊക്കില്ല. ജീവൻ രക്ഷിച്ച ആളോട് അടുപ്പം തോന്നുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ അല്ല വേദ. എന്നെ സമാധാനിപ്പിക്കാൻ നുണകളൊന്നും പറയണ്ട. നീ പറഞ്ഞതിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഞാൻ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തിന്? അത് ഞാൻ തന്നെ പറഞ്ഞു തരണോ? എന്നോട് ചാടിക്കടിക്ക് വന്നിട്ട് എന്താ കാര്യം? ഞാനെന്ത് തെറ്റ് ചെയ്തു? ആരും ഒരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തത് ഞാനാ. നീലിന്റെ വാക്ക് വിശ്വസിച്ചു, നിന്റെ വാക്ക് വിശ്വസിച്ചു. ഞാനാ മണ്ടി വിട്ടി. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പോവാ. നിന്നെ ഇറക്കിവിട്ട നീല് എന്നെ ഇറക്കി വിടുമെന്ന് എനിക്കറിയണം. വേദ, ഇപ്പൊ കയറി ചെല്ലുന്നത് ആന മണ്ടത്തരോ? ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതനുസരിച്ച് പെരുമാറാവൂ. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. വേദ അവിടെ ചെല്ലുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. വെറുതെ കാണാൻ ചെന്നാ വീണ്ടും അവഹേളിക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ ഒരല്പം ബുദ്ധി പ്രയോഗിക്കുന്നത് തന്നെ നല്ലത്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീലിനെ കാണാൻ ചെല്ലാൻ എനിക്ക് എന്തെങ്കിലും കാരണം വേണോ? അതല്ലല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് എനിക്കും വേദിക്കും അറിയാം. പക്ഷെ അവിടെ ഹിഡിമ്പിയെ പോലെ കാവൽ നിൽക്കുന്ന ആ തടിച്ചിക്കറിയില്ലല്ലോ. വേദ, ക്ഷമിക്കുന്നതിന്റെ കൂടെയാണ് വിജയം. പോകാൻ നല്ലൊരു കാരണം വീണ്ടും കിട്ടും. ഞാനല്ലേ പറയുന്നത്. വേദ ഇപ്പൊ സമാധാനായിട്ടിരിക്കെ. ഞാനും ആലോചിക്കുന്നുണ്ട് പല വഴികളും. എന്തെങ്കിലും ഒന്ന് തെളിയാതിരിക്കില്ല. മതി.
നീ വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിക്കോ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തെങ്കിലും അത്യാവശ്യം വന്നാ ആള് വേണ്ടേ? ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ? എന്താ ഇങ്ങനെ പറയുന്നേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വൈകിപ്പോയി. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എല്ലാം ഒരു യോഗം. അതിന് സമയം വരണം. എനിക്കൊരു പരാതിയില്ല. നീ ഇങ്ങനെ അടുത്തുള്ളപ്പോ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഞാൻ അടുത്തുണ്ട്, തൊട്ടടുത്ത്. കൈ എത്തിച്ചാൽ തൊടാവുന്ന അത്രയും അടുത്ത്. വിഷമിക്കരുത്, എല്ലാം ശരിയാവും. ഗണേശനുണ്ടോ? എന്താ സാർ? തനിക്ക് അറിയില്ലല്ലേ? ഇല്ല. അവൻ എവിടെയുണ്ട് ഗണേശൻ? സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാം. അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ വാസുദേവ. ഇത് കൊലപാതക ശ്രമമാ. ചെയ്തവരെ ഞങ്ങൾ പൊക്കി, ഇനി ചെയ്യിച്ചവനെ പൊക്കണം. മര്യാദയ്ക്ക് അവനെ ഇറക്കി വിടുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. വിളിക്കവനെ. കാര്യം എന്തായിരിക്കും നമുക്കറിയാലോ. സ്റ്റേറ്റ്മെന്റ് തരാൻ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. വരാം. നീ ഗുണ്ടലോട്ട് കൊല്ലിക്കാൻ നോക്കോലടാ. സാർ പ്ലീസ്, ഇവിടെ വെച്ച് അവനൊന്നും ചെയ്യരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ചെയ്തത് മണി മണി പോലെ പറഞ്ഞ ഇവനെ കൊള്ളാം. അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഇനി നിങ്ങൾ ഇവനെ കാണുമ്പോ. വാടാ ഇങ്ങോട്ട്, പിടിച്ച് കയറിയവനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒന്നും വേണ്ടാന്ന്. എന്റെ മോനെ ഇപ്പൊ കൊലക്ക് കൊടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ. മിണ്ടിപ്പോടുക നീ. ആണുങ്ങളായ തല്ലും കൊല്ലും ഒക്കെ ചെയ്യും, ജയിലിലും പോവും. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഈ കുടുംബത്തിന് വേണ്ടിയാടി, എന്റെ അഭിമാനം കാക്കാൻ. അതുകൊണ്ട് എത്ര പണം മുടക്കിയാണെങ്കിലും ഞാൻ അവനെ പുറത്തിറക്കും. മനസ്സിലായോ? തൃപ്തിയായല്ലോ നിനക്ക്? ഗണേശന്റെ ജീവിതം തകർത്തപ്പോ സമാധാനമായല്ലോ. എന്നെ കുറ്റപ്പെടുത്തണ്ട. എല്ലാം സ്വയം വരുത്തി വെച്ചതാ. അതിന്റെ ശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. എങ്ങനെ സഹിക്കും എന്റെ ഈശ്വര? മോളെ, ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാ ഞാനിപ്പോ കണ്ടത്. നിന്റെ തലയെ തൊട്ട് വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാം, നീലിനെ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഗണേശൻ അവൻ ജയിലിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോളവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. മനസ്സിലായി അമ്മ പറയുന്നതിന്റെ ഉദ്ദേശം. ഞാൻ ഇടപെടണം. പരാതി പിൻവലിക്കാൻ ഞാൻ ചെന്ന് നീലിനോട് പറയണം. പണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുമെന്ന് വിചാരിക്കണ്ട.
ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. ഗണേശൻ പുറത്തിറങ്ങിയില്ല എന്ന് വെച്ച് എനിക്ക് ഒരു പ്രയാസവും ഇല്ല. അവൻ നിന്റെ കൂടെ പുറപ്പല്ലേ? ആ തോന്നൽ അവനും ഉണ്ടാവണമായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂരത അവൻ ചെയ്യില്ലായിരുന്നു. നീല എന്ത് തെറ്റാ അവനോട് ചെയ്തത്? സ്നേഹിച്ചതാണ് കുറ്റമെങ്കിൽ ആ കുറ്റത്തിൽ എനിക്കും പങ്കില്ലേ? എന്തുകൊണ്ടാ അവൻ എന്നെ ശിക്ഷിക്കാതിരുന്നത്? ഭാഗ്യം കൊണ്ടാ നീല രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാനില്ല. ആരുടെയും കാല് പിടിച്ച് ഗണേശനെ പുറത്തിറക്കാൻ ഞാൻ തയ്യാറല്ല. വേണ്ടടി, ഒരുത്തിയുടെ സഹായം എനിക്ക് വേണ്ട. ഗണേശനെ ഞാൻ പുറത്തെത്തിച്ചോളാം. പോലീസിലും അല്ലാതെയും എനിക്ക് ഒന്നടി പിടിപാട്. അത് ഞാൻ ഉപയോഗിച്ചോളാം. ഉപയോഗിച്ചോ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞോ? എന്റെ സഹായം പ്രതീക്ഷിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിന്നെയൊക്കെ വളർത്താൻ പോയ നേരത്തിന് വല്ല അനാഥാലയത്തിലും കുട്ടികളെ സഹായിച്ചിരുന്നെങ്കിൽ അവരാ നന്ദിയെങ്കിലും കാണിച്ചേനെ. ഊണ് തന്ന കൈക്ക് തന്നെ കൊത്തണം കേട്ടോ മോളെ. നിങ്ങൾ ഒരിക്കലും ഒരു നല്ല അച്ഛനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു. നിനക്ക് എന്ത് സംഭവിച്ചെന്നാടി നീ പറയുന്നത്? നീ കാരണം ഈ വീടിന് എന്തുമാത്രം നാണക്കേടുണ്ടായിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മതി പറഞ്ഞത്. വെറുതെ വഴക്കിടണ്ട. അവള് പറയുന്നത് കേട്ടില്ലേ, നമ്മൾ അവളുടെ ജീവിതം നശിപ്പിച്ചുവെന്ന്. എനിക്കും ഗണേശനും തല ഉയർത്തി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. അത് അവൾക്കൊരു പ്രശ്നമല്ല. ഗണേശൻ ഇനി പുറത്തിറങ്ങി നടക്കില്ല. ജയിലിൽ തന്നെ സുഖമായിട്ട് കഴിയാം. അപ്പം നാണക്കേട് ഉണ്ടാവില്ല. എടീ, അത് നിന്റെ തോന്നലാടി. അവൻ എന്റെ മോനാണെങ്കിൽ ഞാൻ അവനെ ഇറക്കിയിരിക്കും. എന്നാ പോയി ഇറക്ക്. എന്റെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുന്ന എന്തിനാ? കേട്ടല്ലോ, പറയുന്നത് കേട്ടല്ലോ. നീ എല്ലാത്തിനും നീ ഒരുത്തിയാ കാരണം. ഞാൻ എന്ത് ചെയ്തിട്ടാ? പെൺകുട്ടികൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അമ്മമാർക്കാടി. എന്നെ വഴക്കേൽപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. നീ ഒരുത്തി കാരണം ഈ വീട്ടിലുള്ളവർ ഒറ്റ ആൾക്ക് സ്വസ്ഥതയില്ല. സ്വസ്ഥതക്കേട് ഞാൻ തീർത്തു തന്നോളാമേ. സമയം വരട്ടെ. നിങ്ങളുടെ എല്ലാ സങ്കടവും ഞാൻ മാറ്റിത്തരാം. ആര് ചത്തിട്ടാടി കരയുന്നത്? എന്നെ കാണിക്കാനാണെങ്കിൽ അത് വേണ്ട. നിന്റെ ഒന്നും കരച്ചിൽ കണ്ട ഇപ്പൊ എന്റെ മനസ്സ് അലിയില്ല. എങ്ങോട്ട് പോകുന്നു? ആശുപത്രി വരെ. എന്തിന്? നീലിനെ ഒന്ന് കാണാൻ. അച്ഛൻ വിളിച്ചിരുന്നു. ചെന്ന് കാണാൻ അച്ഛൻ പറഞ്ഞു. അതൊന്നും വേണ്ട. ഹാ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ. പോകേണ്ടത് നമ്മുടെ കടമയാ. കടമയാണെങ്കിലും അല്ലെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. എനിക്ക് ഇഷ്ടമല്ലത്. ഒന്ന് പോയെന്ന് വെച്ച് എന്താ അതിന് കുഴപ്പം? വേണ്ടാന്ന് പറഞ്ഞില്ലേ? ചത്തൂന്ന് വിചാരിച്ചതാ, ചത്തില്ല. ആ ആളെ പോയി കണ്ട അമ്മ ആശ്വസിപ്പിക്കണ്ട. കഷ്ടമുണ്ട്. അമ്മ എന്താ എന്നെ കുറിച്ച് ചിന്തിക്കാത്തെ? നീല് മരിക്കുമെന്ന് അറിഞ്ഞപ്പോ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്നെ ചതിച്ചതിന് അർഹിച്ച ശിക്ഷ കിട്ടിയെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാ രക്ഷപ്പെട്ടു എന്നറിഞ്ഞത്. അതിന്റെ സങ്കടത്തില്ല ഞാൻ. അപ്പോഴാ കാണാൻ പോകുന്നത്. നിന്റെ ഈ സ്വഭാവം തീരെ ശരിയല്ല കേട്ടോ. ഒരാള് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, മരിക്കുമെന്നറിയുമ്പോ സന്തോഷിക്കുക, അങ്ങനെ സംഭവിച്ചില്ല എന്നറിയുമ്പോ സങ്കടപ്പെടുക. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ശരിയും ശരികേടും ഒന്നും എനിക്കറിയണ്ട. എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് മാത്രമേ എനിക്ക് പെരുമാറാൻ പറ്റൂ. കള്ളത്തരം കാണിക്കാനും അഭിനയിക്കാനും ഒന്നും എനിക്കറിയില്ല. അമ്മ പോയില്ലെന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. ഇത്രയും കാലം തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇനിയും നോക്കണ്ട. അച്ഛൻ ചോദിച്ച ഞാൻ എന്തു പറയും? അമ്മ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞോളാം അച്ഛനോട്. വീട്ടുകാരോട് അങ്ങനെ പറയണ്ടായിരുന്നു. അത് ശരി. നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? പണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോ നീലിനോട് പറഞ്ഞു പരാതി പിൻവലിപ്പിച്ചതാ ഞാൻ.
ഇനി ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് നീലിന്റെ മുമ്പിൽ ചെല്ലാൻ എനിക്ക് വയ്യ. അതൊക്കെ ശരിയാ. പക്ഷെ ഇതുകൊണ്ട് വേദിക്ക് ഗുണമുണ്ടെങ്കിലോ? എന്ത് ഗുണം? നീൽ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അങ്ങനെ ചെയ്യോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നേ. നമ്മളെന്ന് പറഞ്ഞില്ലേ, ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നീലിനെ പോയി കാണണമെന്ന്. ആ അവസരം ഇത്. ചെന്ന് കയറാൻ ഇതിലും പറ്റിയൊരു ചാൻസ് വേറെ കിട്ടാനില്ല. റിസൾട്ടിനെ കുറിച്ചാണോ നീ ഇപ്പൊ ചിന്തിക്കുന്നേ? അത് പോസിറ്റീവ് തന്നെയായിരിക്കും. ആയിരിക്കോ? പറയുന്നത് വേദയല്ലേ, നീല അനുസരിക്കും. അങ്ങനെ അനുസരിച്ചാ ആരാ തോക്കുന്നേ? സ്വാതി. വേദയ്ക്ക് വേദയുടെ കാര്യം നേടുകയും ചെയ്യാം, വലിയ ചെലവില്ലാതെ സ്വാതി ജയിക്കുകയും ചെയ്യാം. ഇതൊരു അവസരമായിട്ട് എടുക്കണം വേദ. എനിക്ക് ടെൻഷനുണ്ട്. നീല ഒരു മനുഷ്യനാ. തന്നെ ഉപദ്രവിച്ചവരെ വെറുതെ വിടാൻ പറഞ്ഞ നീലത് ഉൾക്കൊള്ളണമെന്നില്ല. നീലെന്നല്ല, ആരും അതിന് സമ്മതിക്കില്ല. പക്ഷേ പറയുന്നത് ആരാ? വേദ. എന്തിനാ പറയുന്നത്? സ്വന്തം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല. നീലും വേദയും തമ്മിലുള്ള പ്രണയത്തിന് ഇനി എടങ്കോലിടാൻ സ്വന്തം വീട്ടുകാർ നിൽക്കരുത് എന്ന് വെച്ചാ പ്രണയത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം അങ്ങനെ അവതരിപ്പിക്കാവൂ. അങ്ങനെ അവതരിപ്പിച്ച നീൽ അതിന്റെ സ്പിരിറ്റിലെ എടുക്കൂ. പോവാല്ലേ? പോണം. പോയി ജയിച്ചു വരണം. ജയിച്ചാ അതിന് വേറെ ഗുണങ്ങളും ഉണ്ട്. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും തിരിച്ചു ദ്രോഹിക്കാൻ തയ്യാറാകാത്ത നീലിനോട് വേദയുടെ വീട്ടുകാർക്ക് ഇഷ്ടം തോന്നും. അവര് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതം തരും. അതോടെ സ്വാതി എന്ന ഭീഷണി എന്നേക്കുമായിട്ട് അവസാനിക്കും. ഒരു വെടിക്ക് രണ്ടു പക്ഷിന്ന് പറയാറില്ലേ? അതിന് പറ്റിയ കേസായത്. വേദയുടെ വീട്ടുകാരുടെ എതിർപ്പ് മാറും, സ്വാതി തെറിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ? സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല. വേദ, ചിന്തിക്കാനൊന്നുമില്ല. വേദ പോകുന്നു. പഴയ സീൻ വീണ്ടും ആവർത്തിക്കാൻ നോക്കണ്ട. ഇത്തവണ നീലിനെ കണ്ടിട്ടേ ഞാൻ പോവും. വാശിയാണോ? എന്ത് വേണമെങ്കിലും വിചാരിക്കാം. രേഖയുമായിട്ട് വരാന്നും പറഞ്ഞ് പോയതാണല്ലോ. എന്നിട്ട് വല്ലതും കൊണ്ടുവന്നോ? ഉണ്ടെങ്കിൽ കാണിക്ക്. നീ കാണിക്കുന്ന രേഖ എനിക്ക് ബോധ്യപ്പെട്ട ഏട്ടനെ കാണാൻ ഞാൻ അനുവദിക്കാം. രേഖയൊന്നുമില്ല. എന്തു പറ്റി അങ്ങനെ വരാൻ? തർക്കിക്കാനും വഴക്കൂടാനും അല്ല ഞാൻ വന്നത്. എന്റെ സഹോദരൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാ. അവനെ എനിക്ക് ഇറക്കണം. ഇറക്കിക്കോ? നല്ല വക്കീലിനെ വെച്ച് വാദിച്ചാ മതി. അത് ഞങ്ങൾ ചെയ്തോളാം. നീ വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടനെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കണം. പണ്ട് ചെയ്തതുപോലെ ചെയ്ത് ഇത്തവണയും നിന്റെ സഹോദരനെ പുറത്തിറക്കണം. നാണോ ഇല്ലല്ലോ നിനക്ക്? ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടം. നിന്റെ ഉള്ളിലിരിപ്പ് ഏട്ടൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അല്ല, ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല. നെല്ലും പതിരൊക്കെ വേർതിരിച്ച് കാണാൻ തുടങ്ങിയിട്ട് അധികം ആയില്ലല്ലോ. നെല്ലും പതിരും വേർതിരിക്കാൻ തുടങ്ങിയാ ആദ്യം പുറത്തു പോകുന്നത് നീയായിരിക്കും. നെല്ലും പതിരും വേർതിരിക്കാൻ തുടങ്ങിയാ
ആദ്യം പുറത്തു പോകുന്നത് നീയായിരിക്കും. അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രമടി. പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു, ഞാൻ പോലും പേടിച്ചിരുന്ന സമയം. അത് കഴിഞ്ഞു. ഞങ്ങളുടെ നാട്ടില് ഗ്രഹണകാലം കഴിഞ്ഞു എന്ന് പറയും. ഗ്രഹണം കഴിഞ്ഞ് മാനം തെളിഞ്ഞു. ഇനി നിനക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഈ ആത്മവിശ്വാസം വളരെ നല്ലതാ. നീല ഇറങ്ങിപ്പോവാൻ പറയുന്നത് കേൾക്കുമ്പോഴും ഇത് അവിടെ തന്നെ ഉണ്ടാവണം. ഇറങ്ങിപ്പോവാൻ പറയുമെന്നോ? എന്നോടോ? ദിവസം ചെല്ലും തോറും നിന്റെ ബുദ്ധി പടവലങ്ങ പോലെ താഴേക്കാണല്ലോ വളരുന്നേ. ഏട്ടനിപ്പോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നത് എന്നെയാ. ഞാൻ ആരാണെന്നും എന്റെ സ്നേഹം എത്രമാത്രം ആത്മാർത്ഥമാണെന്നും ഏട്ടൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ എന്തിനാടി ഞാനും നീലും തമ്മിൽ കാണുന്നതിന് നീ പേടിക്കുന്നത്? പേടിയോ? എനിക്കോ? ഇതാ പറഞ്ഞത്, നിനക്കിപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്ന്. നീ ചെന്ന് കണ്ടോ? ഞാനും കൂടി വരണോ? അല്ല, നിന്റെ ചമ്മല് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. ചമ്മന്നത് ആരാണെന്ന് കാണാം. വന്നോ?